കണ്ണപ്പ എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ ടീസർ കുറച്ച് മുന്നേ റിലീസായിട്ടുണ്ടായിരുന്നു. വലിയൊരു പാൻ ഇന്ത്യൻ ലെവലിലാണ് സിനിമ വരുന്നത്. നമുക്കറിയാം മെയിൻ ഭാഷകളിലെല്ലാം ഉണ്ട്. അപ്പോൾ സിനിമയിൽ ഒരുപാട് അധിവേഷങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ മോഹൻലാൽ ഒരു ഗസ്റ്റ് റോളുണ്ട് എന്ന് കരുതി ടീസർ ഒന്ന് കാണാമെന്ന് വെച്ചു. ടീസർ കണ്ടു നോക്കിയപ്പോൾ ഈ കണ്ണപ്പ എന്ന് പറഞ്ഞ സിനിമ ഇത്ര ബിഗ് ബഡ്ജറ്റിൽ എടുത്തെന്നാണ് അവർ തുടക്കം മുതലേ പറയുന്നത്. കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ VFX ഒക്കെ എടുത്തറിയാവുന്ന കുറേ രീതിയിലാണ്. അതുപോലെ തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു സീരിയലിൻ്റെ ഒരു ടൈപ്പ്, വലിയ ബിഗ് ബഡ്ജറ്റ് സീരിയൽസ് വരില്ലേ, ആ ഒരു ടൈപ്പാണ് കാണിക്കുന്നത്. പക്ഷെ നമ്മൾ കാണുന്നത് മോഹൻലാൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. കണ്ടു, കൃത്യം പറഞ്ഞ ഒരു 2 സെക്കൻഡ് കഷ്ടിച്ച് ഫ്ലാഷ് പോലെ വന്നിട്ട് ഒറ്റ പോകായിരുന്നു. വീണ്ടും മറ്റൊരു കാമിയോ റോളുമായി മോഹൻലാൽ വരികയാണ്. ശരിക്കും പറഞ്ഞാൽ മോഹൻലാൽ മറ്റു ഭാഷകളിൽ പോയി ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്ത സിനിമകളെല്ലാം എങ്ങനെയാണ് നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തെ ഇവിടുന്ന് വലിയൊരു ഇമ്പാക്റ്റിൽ കൊണ്ടുപോകും. അവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം. അതാണ് ഈ മോഹൻലാലും മമ്മൂട്ടി തമ്മിലുള്ള വ്യത്യാസം. മമ്മൂട്ടി തൻ്റെ കഥാപാത്രം എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു സിനിമയിൽ എത്രത്തോളം സ്വാധീനമുണ്ടെന്ന് അദ്ദേഹം അത്രത്തോളം നോക്കിയിട്ടേ അഭിനയിക്കുന്നുള്ളൂ. ലാലേട്ടൻ്റെ സ്ഥാനത്ത് നമുക്കറിയാമല്ലോ, അദ്ദേഹം ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ട്. പല സിനിമയ്ക്കും പോയി തലവെച്ച് കൊടുക്കും. നമ്മൾ ലാസ്റ്റ് കാപ്പാനൊക്കെ കണ്ടതാണ്. അതുപോലെ തന്നെ ജില്ല എന്ന് പറഞ്ഞ സിനിമയിലും മെയിൻ റോളാന്ന് പറഞ്ഞാൽ അവസാനം എങ്ങനെ കൊണ്ടെത്തിച്ചതെന്ന് നമ്മൾ കണ്ടു. എനിക്കും ജനതാകാരൻ എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് കുറച്ചെങ്കിലും ഒരു അദ്ദേഹത്തിൻ്റെ റോളിൻ്റെ ഒരു പ്രസക്തി ഉണ്ടായത്. പിന്നീട് നമ്മുടെ പ്രിയദർശൻ തന്നെ ഹിന്ദിയിലായിട്ട് ഒരു സിനിമയിലെ കൊണ്ടുപോയി, അതും എല്ലാം കണക്കായിരുന്നു. അപ്പോൾ ഇതാ ഈ കണ്ണപ്പ എന്ന് പറഞ്ഞ സിനിമയിലും ഗസ്റ്റ് റോൾ വരുവാണ്. അതിനകത്ത് ഒരുപാട് ഗസ്റ്റ് റോളുണ്ട്. ഗസ്റ്റ് റോളിൻ്റെ ഒരു കൂട്ടമാണ്. അക്ഷയ് കുമാറുണ്ട്, പ്രഭാസുണ്ട്, കാജൽ അഗർവാളുണ്ട്. അങ്ങനെ വലിയൊരു കൂട്ടം തന്നെയാണ്. ശിവനായിട്ടും കൃഷ്ണനായിട്ടും പാർവതിയായിട്ടും ഒക്കെ വരുന്നുണ്ട്. ഈ മോഹൻലാലിൻ്റെ ഈ ഒരു 2 സെക്കൻഡിലെ ഒരു ഗസ്റ്റപ്പ് കണ്ടിട്ട് ഒരു വാരിയർ സെറ്റപ്പാണ്. പക്ഷേ അതിൻ്റെ ഒരു ലുക്കും എല്ലാം കണ്ടപ്പോൾ തന്നെ അത്യാവശ്യം തമാശ പോലെയാണ് തോന്നുന്നത്. ഇനിയും ഒരു വാരിയർ ടൈപ്പാണ്. നമുക്ക് ആക്ഷൻ്റെ കാര്യത്തിൽ മോഹൻലാലിൻ്റെ ഒരു ഇമ്പാക്ട് എത്രത്തോളം ഉണ്ടെന്ന് കണ്ടു തന്നെ അറിയാം. 10 മിനിറ്റോളം ഉള്ള ഒരു ഗസ്റ്റ് റോളാണെന്നാണ് പറഞ്ഞത്. അതിന് അവർ തിയേറ്ററിൽ വരുമ്പോൾ അറിയാം എങ്ങനെ ഉണ്ടെന്ന്. ജയിലറിൽ ഒരു ഗസ്റ്റ് റോൾ വന്നിട്ട് ആരും പ്രതീക്ഷിച്ചില്ല. അത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കി ആ ഒരു ഗസ്റ്റ് റോളിന്. അതുപോലെ ആകുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. എന്തായാലും ഇല്ലെങ്കിൽ ഇതുപോലെ ഗസ്റ്റ് റോളിന് ലാലിനെ തല വെക്കുന്ന അങ്ങ് നിർത്താം. നല്ല സിനിമയ്ക്ക് മാത്രം വെച്ചാൽ മതി. നമുക്ക് ഇതിനോടൊപ്പം തന്നെ അത് എത്ര സിനിമകൾ പരാജയമാണ്, എത്രത്തോളം ക്രിറ്റിസിസമാണ് വന്നിട്ടുള്ളത് നമുക്കറിയാം. പക്ഷെ ഇതൊന്നും കാര്യം ഉണ്ടാക്കാൻ ആവശ്യമില്ല. ഒരു സിനിമ ഹിറ്റായ ഇതെല്ലാം മാറും. പക്ഷേ ഈ കണ്ണപ്പ എന്ന് പറഞ്ഞ സിനിമയിലെ ഗസ്റ്റ് റോൾ എങ്ങനെയാണെന്നുള്ളത് കണ്ടു തന്നെ അറിയാം. ടീസർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്.